ഈ ഫ്രെയിം, ഇത് സൂപ്പർ. എന്തായാലും ഈ സിനിമ അടിച്ച് പൊളിക്കും. ഇവിടുന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ പതുക്കെ മാറ്റി പതുക്കെ ഡൗൺ ഡൗൺ ഡൗൺ. ഓ, ഇതിൽ സൂം ചെയ്ത്. ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ ആം അലക്സ്. ഓ, ഞാൻ ശശി ഗോപാലൻ ആചാരി തെക്കപ്പറമ്പിൽ. ഓക്കെ, കുറച്ച് തിരക്കിലാണേ. റഫീഖ് സാറിനൊന്ന് വിളിക്കുമോ? റഫീഖ് സാർ കുറച്ച് തിരക്കിലാണ്, ഒരു ഫോൺ കോളിങ്ങിലാണ്. എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ? സോറി, ഒന്ന് മാറിപ്പോ. ഓക്കെ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. റഫീഖ് സാർ ഫ്രീ ആകുമ്പോഴേ ഓ, പ്രൊഡ്യൂസർ അലക്സ് ഒന്ന് പറഞ്ഞാൽ മതിയേ. സാർ പ്രൊഡ്യൂസറായിരുന്നു? അതെ. സാറ് നേരത്തെ പറയണ്ടേ? ഞാനിപ്പോൾ വിളിക്കാം സാറേ, ഇപ്പോൾ വിളിക്കാം. ഇല്ല, ഷൂട്ട് അടുത്താഴ്ച തുടങ്ങും. അത് സീനിലൊരു ചെറിയ മാറ്റം വന്നു, അപ്പോൾ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇല്ല, കൂടെ ആ പയ്യനുണ്ട്, പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ, അസിസ്റ്റൻ്റ് പയ്യൻ, അവനുമുണ്ട്. അതെ, ആക്കളായി പഠിക്കുന്ന മറ്റേ രാഘവൻ്റെ അനിയൻ. പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. പ്രൊഡ്യൂസർ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറേ സാറേ വെയിറ്റ്. ഞാൻ വിളിക്കാം. എന്താണോ? പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. അതെ, അലക്സ് സാർ. ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടെന്നുണ്ട്. ഓക്കെ വിളിക്കാട്ടാ. ശരി. ഒരുപാട് നേരമായി വന്നിട്ട്. സാറ് കുറേ നേരമായി വന്നിട്ട്. ഞാൻ കുറേ നിന്നോട് ആരോട് ഈ കണ്ണാടയും എൻ്റെ ഷാളും തൊപ്പിയൊക്കെ എടുക്കാൻ പറഞ്ഞു? സോറി സാർ, ഞാനവിടെ ഒന്ന് വെറുതെ ഇരുന്നപ്പോഴേ. എന്ത് വെറുതെ ഇരുന്നപ്പോൾ? നീ എന്തിനാ വന്നത്? ഞാൻ ക്ലാപ്പ് അടിക്കാൻ. ക്ലാപ്പ് അടിച്ചാൽ മതിട്ടാ, എനിക്കുണ്ട്, ഉണ്ടാക്കണ്ട കേട്ടാ. സാറ് നമസ്കാരം സാർ. സോറി, ഞാൻ ചെറിയൊരു കോളിലായിരുന്നു. വന്നിട്ട് കുറേ നേരമായോ സാറ്? ഉള്ളൂ. അതല്ലേ. റഫീഖേ, 5 യൂത്തന്മാരെ വെച്ചിട്ട് 5 പടം ഞാൻ ചെയ്ത് 5ഉം 8 നിലക്ക് പൊട്ടി. കഥ വായിച്ച് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്ക് കണ്ണ് നിറഞ്ഞു പോയി കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ സിനിമയെ പറ്റി ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇനിയേ എനിക്ക് ആകുള്ളൊരു പ്രതീക്ഷ റഫീഖാണ്. പ്രേക്ഷകരൊക്കെ ഇപ്പം മാറിപ്പോയി. സാറിപ്പോൾ ഉദ്ദേശിച്ച തരത്തിലുള്ള സബ്ജക്റ്റൊന്നും വർക്കാവില്ല. കാരണം പ്രേക്ഷകർക്ക് വേണ്ടത് വേറെ ലെവലാണ്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അനുസരിച്ചിട്ടുള്ള പടങ്ങൾ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഒന്ന് പറഞ്ഞു കേട്ടി വിശദമായിട്ട്. കഥ അങ്ങനെ പറയാനും മാത്രമൊന്നുമില്ല. എന്തായാലും ഞാനത് ഓർഡർ ആക്കിയിട്ടില്ല. റഫീഖിനുള്ള അഡ്വാൻസ് ഞാൻ അക്കൗണ്ടിൽ ഇട്ടുതരാം. ഞാൻ ഒരു 2 മാസം കഴിഞ്ഞ് വരാം. അപ്പോൾ അതിന് കഥ എല്ലാം പൂർത്തിയാക്കിയിട്ട് വിളിക്കും. 2 മാസമൊന്നും വേണ്ട, പഴയ കാലഘട്ടമൊന്നുമല്ല. ഇപ്പോൾ മണിക്കൂറോളം മാസങ്ങളോളം ഒരു റൂമിലിരുന്ന് 5-6 മാസമൊക്കെ എഴുതിയിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സബ്ജക്റ്റൊക്കെയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞ 5 പടത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. 100-200 കോടി നമുക്ക് ചിലവാകും. പക്ഷേ മലയാള സിനിമയിൽ 500 കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായിരിക്കും. അത് ഞാൻ സാറിന് ഉറപ്പ് തരാം. ശശി സാർ. ശശി അല്ലേ സാറേ? ശശി ഗോപാലൻ ആചാരി തെക്കേപ്പറമ്പ്, അങ്ങനെ വിളിച്ചാൽ മതി. അങ്ങനെ വിളിക്കണം അല്ലേ? ഈ ഫുൾ പേര് വിളിക്കണം അല്ലേ? എന്നെ ശശി ഗോപാലൻ ആചാരി തെക്കേപ്പറമ്പിൽ വിളിക്കണം. ക്ലാപ്പ് അടിക്കുന്ന ആളാണെങ്കിൽ അല്ലേ? 2 മാസത്തെ വർക്ക്. ഈ മുഴുവനും പേരും വിളിച്ച് കൂട്ടണമെങ്കിൽ 1 മാസം എക്സ്ട്രാ എടുക്കും. 1 മാസം എൻ്റെ പേര് വിളിക്കാനായിട്ടല്ലേ? ശശി, മനസ്സിലായ? ആ സ്ക്രിപ്റ്റ് ചാർട്ട് എഴുതാൻ ബുക്ക് എടുത്തു. സാറിന് അത്ര കോൺഫിഡൻ്റ് ആണെങ്കിലേ 200 അല്ല 300 കോടി ഇറക്കാൻ ഞാൻ തയ്യാറാണ് സാർ. ശരി സാർ. താങ്ക് യു. റഫീഖേ. സാർ. ഇതെന്ത് വൺലൈന്? അത് വൺലൈനല്ല സാർ, പിന്നെ അതാണ് സ്ക്രിപ്റ്റ്. സാറൊന്ന് വായിക്കും. BMW കാറ് വൈറ്റ് 10, യെസ്. BMW കാറ് ബ്ലാക്ക് 10, BMW കാറ് റെഡ് 1, യെസ്. 500 ലിറ്റർ ബ്ലഡ്, വൈറ്റ് കോട്ട് 500, യെസ്. ബ്ലാക്ക് കോട്ട് 25, യെസ്. റെഡ് കോട്ട് 1, യെസ്. കൂളിംഗ് ഗ്ലാസ് 1000, ഗണ്ണ് 525, കത്തി 1500. സാറ് ഇതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തോളൂ. ഇനി പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നും ഇതിനില്ല. ഇത് ഒരു 2 ശത്രുക്കൾ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ കഥയാണ്. ഇതിന് നമ്മൾ ക്ലൈമാക്സ് സീനാണ് ആദ്യം എടുക്കുന്നത്. ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തങ്ങോട്ട് ക്ലൈമാക്സ് സീനിൽ നിന്നാണ് പടം തുടങ്ങുന്നത്.
ഇതിൻ്റെ ക്ലൈമാക്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നായകൻ ആ റെഡ് കാറിൽ വന്നിട്ട് ഇതിൻ്റെ 5 വില്ലന്മാരാണ് ഇതിലുള്ളത്. അതിൽ മെയിൻ വില്ലനെ ഇവരെന്ത് ചെയ്യുന്നറിയോ, അടിച്ച് നിലംപരിശാക്കിയിട്ട് വില്ലൻ്റെ ശരീരത്തിൽ കടാര കൊണ്ട് ആഞ്ഞു കുത്തുന്നു. എന്നിട്ട് ആ കുടൽമാല പുറത്തെടുത്ത് നായകൻ ആ ചുവപ്പ് കാർമേൽ കയറിയിരുന്ന് ആ ബ്ലഡോട് കൂടി നായകൻ ആ മാല കഴുത്തിൽ ചുറ്റുന്നു. ആടെ ശശിയുടെ ബോധം പോയാൽ തോന്നുന്നു കേട്ടോ. അല്ല റഫീഖെ, ആ ചെക്കൻ്റെ ബോധം പോയാ? അപ്പോൾ സാറിന് മനസ്സിലായില്ലേ, ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ളൂ, ശശിയുടെ ബോധം പോയില്ലേ. അപ്പോൾ സീൻ എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ അതെന്തായിരിക്കും പോരെ. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇതൊരു വലിയ ഭീകര വയലൻസാണ്. പടത്തിൻ്റെ പേര് തന്നെ വയലൻസ് സ്റ്റോറി എന്നാണ്. സാറ് ധൈര്യമായിട്ട് പോകും, ഈ പടം പൊളിച്ചിരിക്കും.